ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തെ 4-ാമത്തെ ദിവസം, ഈ വർഷത്തെ 4-ാമത്തെ ദിവസം, ആരാധനാ വർഷത്തിന്റെ 10-ാമത്തെ ഞായറാഴ്ച, ജനന പെരുന്നാളിന് ശേഷം 2-ാം ഞായറാഴ്ച, സൺഡേ സ്കൂൾ വർഷാരംഭം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വേദഭാഗം ആണ്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് ശേഷമുള്ള ഈ 2-ാം ഞായറാഴ്ച നാം വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വേദഭാഗമാണ്. ഹെരോദാവ് മരിച്ചു കഴിഞ്ഞ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എന്നുള്ള വിവരം ഈ വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അവനോട് ദൂതൻ പറഞ്ഞത്, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ യഹൂദ്യയിൽ എത്തിയപ്പോൾ അർക്കലയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നുവെന്ന് അറിഞ്ഞ് ഗലീല പ്രദേശത്തേക്ക് മാറിപ്പോയി നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് ഇവിടെ നിവൃത്തിയാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദിയയിൽ പാർക്കാതെ ഗലീലയിൽ പോയതും ദൂതന്റെ കൽപ്പന പ്രകാരം ആയിരുന്നു. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങൾ ആണ്. ഒന്നാമത്തേത്, കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദൈവഭക്തന് ഒരിക്കലും അത് അനുസരിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. അതായത് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദൈവഭക്തൻ ഒരിക്കലും അനുസരിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ദൈവത്തെ അനുസരിക്കാത്തവനെ ഒരിക്കലും ദൈവം സ്വീകരിക്കത്തില്ല. നേരെ തിരിച്ചു പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്ന് ആണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരു പിതാവിൻ്റെ ദൗത്യമാണ് നാം ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, കഷ്ടത സഹിക്കേണ്ടി വന്നാലും ദൈവഭക്തൻ ഒരിക്കലും അനുസരിക്കാതിരിക്കുകയില്ല. യോസേപ്പിന് വെളിപ്പെട്ടതായ കാര്യങ്ങൾ അവൻ അപ്പാടെ നിവർത്തിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തിച്ചതിനാൽ അവൻ ഇഷ്ട മനുഷ്യനായി മാറി. രണ്ടാമത്തെ കാര്യം നാം ഇവിടെ കണ്ടത്, ദൈവത്തെ അനുസരിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. ഉദാഹരണം, നമുക്ക് ഹാബേലിൻ്റെ കഥ പഴയ നിയമത്തിൽ നിന്നും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ, അവൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചവൻ. പിന്നീട് നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേപ്പ്, പിന്നെ മോശ, യോശുവ, ദാവീദ് മുതലായവരെ നാം ഇതിന് ഉദാഹരണമായിട്ട് കാണാവുന്നതാണ്. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവിന് കണ്ടിട്ട് അവന് കോപമുണ്ടായതായും നാം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. യോസേപ്പിന് ദൈവദൂതൻ പ്രത്യക്ഷനായി അവനോട്, നീ ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞതിന് പ്രകാരം അവൻ ചെയ്തു. യേശുവിനെയും കുഞ്ഞിനെയും ദൈവം കൈവിട്ടില്ല. ഒരു പിതാവിൻ്റെ ദൗത്യം ആണ് അവൻ ഇവിടെ ചെയ്യുന്നതെന്ന് മൂന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, അതായത് തൻ്റെ ഭവനത്തിൽ എല്ലാവരെയും പരിരക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്വം നാം യോസേപ്പിൽ ഇവിടെ കാണുന്നു. ഈ ലോകത്തിലേക്ക് വന്ന നാം ഓരോരുത്തരും ദൈവം ഓരോ ഉത്തരവാദിത്വങ്ങൾ തന്നിട്ടുണ്ട്. അത് നാം നിവർത്തിക്കണം. അപ്പോൾ നാം ദൈവവൈതൽ ആകും, സംശയമില്ല. പിതാവിൻ്റെ ഉത്തരവാദിത്വം അല്ല മാതാവിൻ്റേത്. മകൻ്റെ ഉത്തരവാദിത്വം അല്ല മകളുടേത്. മകളുടെ ഉത്തരവാദിത്വം എന്നത് അവർ
അത് നിവർത്തിക്കുമ്പോൾ ആണ് അവർ ദൈവപൈതൽ ആയിത്തീരുന്നത്. മകന്റെ ഉത്തരവാദിത്വം എന്നത് അവൻ അത് നിർവഹിക്കുമ്പോൾ ആണ് അവൻ ദൈവപൈതൽ ആയിത്തീരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, മക്കൾ അവരുടെ ഉത്തരവാദിത്വം, അവർക്ക് കൊടുത്തിരിക്കുന്നതായ ആ കർത്തവ്യങ്ങൾ അവർ നിർവഹിക്കുമ്പോൾ മാത്രമാണ് അവർ ദൈവവേദലായി തീരുന്നതെന്ന് പുതിയ തലമുറയോട് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആദിപിതാക്കന്മാരെ നോക്കുക, അവർക്ക് നൽകിയതായ ദൗത്യങ്ങൾ അവർ നിർവഹിച്ചു, ആയതിനാൽ അവർ അനുഗ്രഹം പ്രാപിച്ചു. അപ്പോസ്തലന്മാരെ നോക്കുക, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികൾ ആയിത്തീർന്നു. അതിന് കാരണം അവർ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതിനുവേണ്ടി തൻ്റെ ജീവിതം അവർ സമർപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ രക്ഷിതാവ് തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചു തൻ്റെ 30 വയസ്സ് വരെ പിതാവിൻ്റെ ജോലി ചെയ്തു പോന്നതായി നാം ചരിത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ സമയം ആയപ്പോൾ പരസ്യ ശുശ്രൂഷ അവൻ ആരംഭിച്ചു. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവൻ നിർവഹിച്ചു. അത് വളർത്തപ്പൻ ഏൽപ്പിച്ചതിലും സ്വർഗസ്ഥനായ പിതാവ് ഏൽപ്പിച്ചതും എന്താണെങ്കിലും അതൊക്കെയും അവൻ നിവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് മരണം സ്വീകരിച്ചതായും നമുക്ക് എവർക്കും അറിയാം. നമുക്കും നമ്മുടെ പിതാക്കന്മാരെ പോലെ, ആ യൗസേപ്പിനെ പോലെ നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് ഈ ലോക ജീവിതം നയിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ള സമയം ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ, ആത്മീയമായി ബാക്കിയുള്ള ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ നമുക്ക് എവർക്കും ശ്രമിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വർഷം 3 ദിവസം പിന്നിട്ട് 4ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ ഡിസംബർ 31 വരെ ഏത് രീതിയിൽ നമ്മൾ ജീവിച്ചുവോ അതിൽ നിന്നൊരു മാറ്റം വരുത്തി നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.